نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ومن يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما علمتنا إنك أنت العليم الحكيم. فانذرتكم نارا تلظى لا يصلاها إلا الأشقى. عن عبد الله بن مسعود رضي الله عنه كان رسول الله صلى الله عليه وسلم يعطى بالنار يومئذ لها 70,000 زمان ما كل زمان 70,000 ملك يجرونها. എന്നും സുഹൃത്തേ നീ അശ്രദ്ധൻ തന്നെയോ നിന്റെ സ്വന്തം കാര്യമോർക്കുന്നില്ലയോ നീ ഭൗതികത്തിൽ ആണ്ടുകൊണ്ടൊരു മോഹിയോ നരകത്തെ സൃഷ്ടിച്ചെന്ന ബോധമില്ലയോ നരകത്തെ റബ്ബുന സൃഷ്ടിച്ചത് ചൊവ്വാഴ്ചയാണ് ഹദീസിൽ വന്നത് ഭൂമിയിലിറങ്ങുന്നതും മലക്കോട് റൂഹ് പിടിക്കുവാൻ കൽപ്പിച്ചതും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, എൻ്റെ മുന്നിലേക്ക് നമുക്ക് അല്യം സുഹൃത്തുക്കളെ, നാം ഇന്നോട് പറയുന്നതും കേൾക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും സത്യമായി സ്വീകരിക്കട്ടെ. നാം ഇന്നോട് ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം കൂട്ടുമാറാണ്. ബഹുദൈവ വിശ്വാസികൾക്കും നിരീശ്വരവാദികൾക്കും വേണ്ടി സർവലോകത്തിൻ്റെയും രക്ഷിതാവ് സംവിധാനിച്ച സാങ്കേതികമാണ് നരകം. ആകാശവും അതിനപ്പുറവും കണ്ട അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും പറഞ്ഞിട്ടുണ്ട്, നരകത്തേക്കാൾ ഭയാനകമായ മറ്റൊരു കാഴ്ചയില്ലാന്ന്. നാളെ പരലോകത്തേക്ക് നരകത്തെ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നറിയുമോ? 70,000 കടിഞ്ഞാണുള്ള നരകത്തെ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നറിയുമോ? 70,000 മലക്കുകൾ ഓരോ കടിഞ്ഞാണുകൾ പിടിച്ചാണ് നരകത്തെ നാളെ പരലോകത്തേക്ക് കൊണ്ടുവരിക. ആ ഒരു കടിഞ്ഞാണിന് തന്നെ ഒരു പ്രപഞ്ചത്തെക്കാൾ വലുപ്പമുണ്ടെന്ന് നാം ഓർക്കണം. ആളുകളെല്ലാം നരകത്തെ പുച്ഛിക്കുകയാണ്. ഇത്രയും ആളുകളുടെ അമ്പറം അത്രയും വലുതാണെന്ന് പറഞ്ഞ് നരകത്തെ പുച്ഛിക്കുകയാണ്. അവരോടെല്ലാം പറയാനുള്ളത്, നരകത്തിന്റെ മുകളിൽ നിന്ന് 10 ഗർഭമുള്ള ഒട്ടകമുള്ള ഭാരമുള്ള ഒരു കല്ല് ഒരു മലക്ക് നരകത്തിലേക്ക് ഇടുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒരു വേദിയിലിരിക്കുമ്പോൾ അതിഭയാനകമായ ഒരു ശബ്ദം കേൾക്കുകയുണ്ടായി. സ്വഹാബത്ത് നബിയോട് ചോദിച്ചു, നബിയേ എന്താണ് ആ ശബ്ദമെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 70,000 വർഷങ്ങൾക്ക് മുന്നേ 10 ഗർഭമുള്ള ഒട്ടകങ്ങളുടെ ഭാരമുള്ള ഒരു കല്ല് ഒരു മലക്ക് നരകത്തിലേക്ക് ഇടുകയുണ്ടായി. അത് 70,000 വർഷങ്ങൾക്ക് ശേഷമാണ് നരകത്തിൽ പതിക്കുന്നത്. ഒരു വസ്തു കത്തണമെങ്കിൽ അതിന് ഇന്ധനം വേണമല്ലോ. എന്നാൽ നരകത്തിലെ ഇന്ധനം എന്താണെന്നറിയുമോ? കല്ലുകളും അതുപോലെ തന്നെ പാപികളായ മനുഷ്യരുമാണ് നരകത്തിലെ ഇന്ധനം. നാം ഓർക്കണം, ഒരു വസ്തു കത്തണമെങ്കിൽ ഒരു പെട്രോൾ ഒഴിച്ചാൽ ഒരു വസ്തു കത്തും.
അതുപോലെ തന്നെ നരകം തട്ടണമെങ്കിൽ ഒരുപാട് ജനങ്ങളും അത് തിന്മ ചെയ്ത ജനങ്ങളാവാം. അതുപോലെ തന്നെ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്താണെന്നറിയുമോ? നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അത് 2 ചെരുപ്പുകൾ, ഈ കനലിന്റെ 2 ചെരുപ്പുകൾ അത് നാം ധരിക്കും. എന്നിട്ട് നമ്മളെ തലച്ചോറുകളെല്ലാം തുളച്ച് മറിയുകയാണ്. നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷയാണത്. ഇവിടത്തെ പോലത്തെ തീയല്ല നരകത്തിലെ ധാറിനേക്കാൾ പുറത്തതാണ് ആ തീ. വെളിച്ചത്തിന് പകരം ഇരുണ്ട നിറമായിരിക്കും ആ തീയിന്റെ നിറം. നാം ഓർക്കണം, ഒരു നരകത്തിലെ തീയിന്റെ കഠിനം ഇത്രയാണെങ്കിൽ നാം എല്ലാം അടുപ്പിലേക്ക് കൈയിട്ടാൽ നാം കൈയിൽ എത്രയും വേഗം വലിക്കുമല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാലിലേക്ക് നോക്കണം. കാരണം എന്തെന്നറിയുമോ? ആ കാലിനും ചെരുപ്പിനും ഇടയിലുള്ള ആ ബാറുണ്ടല്ലോ, അത് കന്താവിൽ നിന്നും ആ ബാറിനും ഇടയിലുള്ള എത്ര ദൂരമാണോ അത്രയും ദൂരമാണ് നാം മരണത്തേക്കുള്ള ദൂരം. നാം ഓർക്കണം. അതുകൊണ്ട് നാം തൗബയെ പിന്തിപ്പിക്കരുത്. കാരണം നാം തെറ്റ് ചെയ്യുന്നതാണ്. ഞാനും നിങ്ങളും എത്ര തെറ്റുകൾ ചെയ്തു. ഇന്ന് തന്നെ ചില തെറ്റുകൾ നാം ഓർക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമോ? കണ്ണുകൊണ്ട് ചെയ്ത പാപങ്ങൾ, ചെവി കൊണ്ട് കേട്ട പാപങ്ങൾ, നാവ് കൊണ്ട് പറഞ്ഞ പാപങ്ങൾ, ഹൃദയം കൊണ്ട് ചിന്തിച്ച പാപങ്ങൾ, ഇതെല്ലാം നാം കണക്കെടുത്ത് നോക്കുമ്പോൾ 10, 15, 25 എല്ലാം വർഷങ്ങൾക്ക് ശേഷം നാം എത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് നാം ഒരിക്കലും തൗബയെ പിന്തിപ്പിക്കരുതെന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടല്ലോ, പാതിരാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ മക്കയുടെ മുറ്റത്തിരുന്ന ഒരാൾ കരയുകയാണ്. മക്കയുടെ കില്ലയിൽ പിടിച്ച് ഒരാൾ കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിലേക്ക് പോയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, എന്താ ജിബ്രീലേ നീ കരയുന്നത്? മലക്കുകളെല്ലാം നേതാവാണല്ലോ, നീ എന്തിനാണ് നീ കരയുന്നത്? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നിങ്ങളോട് പറയുന്നതെന്താണെന്നറിയുമോ? ഞങ്ങളെല്ലാം ഉസ്താദായിരുന്നു ഇബ്ലീസ്, ഞങ്ങളെല്ലാം ഉസ്താദായിരുന്നു ഇബ്ലീസ്. അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അസാസിയായി പോയി. അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ടിരുന്നപ്പോൾ നരകത്തിലാണ്. ആ പേടിക്കുന്നതാണ് നരകത്തെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം പോലും പേടിക്കുന്ന ഈ നരകത്തെ ഭയാനകമായി കാണേണ്ടതുണ്ട്. ചിലവർ അറബി അറിയുന്ന പണ്ഡിതന്മാരെല്ലാം ഖുർആൻ ഓതുമ്പോൾ കരയാറുണ്ട്. കാരണം എന്തെന്നറിയുമോ? നരകത്തിലെ കഠിനമായ ശിക്ഷയെ ഓർത്തിട്ട് അവർ കരയാറുണ്ട്. നാമൊന്നും നരകത്തെ ഓർത്ത് ഇതുവരെ കരഞ്ഞിട്ടുണ്ടാകില്ല. നമ്മുടെ അടുത്ത് നിന്ന് കുറച്ച് പൈസ പോയാലാണെങ്കിൽ നാം വേഗം സങ്കടപ്പെടും. ഇത്രയും കാശ് പോയല്ലോ. എന്നാൽ നാം അത്രയും തിന്മ ചെയ്താൽ നമുക്കൊരു ദുഃഖവും ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, ജിബ്രീലേ, ഓ ജിബ്രീൽ, എന്താണ് മീകായിൽ ഇത്രയും കാലമായി ജീവിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, എന്തെന്നറിയുമോ? നരകം സൃഷ്ടിച്ചതിന് ശേഷം, നരകത്തിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം മീകായിൽ അലൈഹിസ്സലാം ഇത്രയും കാലമായിട്ട് വരെ ചിരിച്ചിട്ടില്ല. ഇത്രയും കഠിനമായ ശിക്ഷകളാണ് നരകത്തിലുള്ളത്. ഒരാളുടെ ഈബത്തും മുസീബത്തും പറയുന്നവർക്കുള്ള ശിക്ഷ എന്താണെന്നറിയുമോ? അവരുടെ കൈവിരലുകളുടെ നഖങ്ങളെല്ലാം കൂർത്ത് വലിയ വലിയ നഖങ്ങളായി മാറും. അതിന് കത്തിയേക്കാൾ നല്ല മൂർച്ചമുണ്ടായിരിക്കും. അതുകൊണ്ട് അവന്റെ ഹൃദയങ്ങളിലൂടെ കുത്തി വലിച്ച് അവന്റെ നരകത്തിൽ നിന്ന് കുത്തി വലിച്ച് അങ്ങനെ കീറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നാം ഈബത്തും മുസീബത്തും ഒന്നും പറയരുത്. കൂടുതലെല്ലാം സമയം ദീർഘിക്കാൻ ഇനിയും ഒരാൾക്ക് പ്രഭാഷണം ഉണ്ടായതുകൊണ്ട് നമുക്ക്